ഹായ്, ഇതുണ്ടോ? എനിക്ക് അതൊന്ന് മനസ്സിലായോ? ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള അധികം മാർക്കറ്റിലൊന്നും അവൈലബിൾ അല്ലാത്ത ഒരു അടിപൊളി ഐറ്റമാണ്. ക്രോഷറ്റ് സിൽക്ക് ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഐറ്റമാണ്. നമ്മൾ നേരത്തെ ഒന്ന് കാണിച്ചായിരുന്നു, വളരെ ലിമിറ്റഡ് ആയിട്ടായിരുന്നു അത് കൊണ്ടുവന്നത്. ഇന്നും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്, എന്നാലും വളരെ ഹെവി ആയിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഈ 4 കളർ ഷെയ്ഡ്സ്, റിപ്പീറ്റഡ് ഷെയ്ഡ്സിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാറ്റലോഗാണ്. അത് നിങ്ങൾ അധികം കണ്ടിട്ട് കാണുമില്ല. നമ്മളും പുതുതായിട്ടാണ് ലാസ്റ്റ് ടൈം ഒക്കെ കൊണ്ടുവന്നത്. കണ്ടോ, അത് ഫുൾ ഇതിൽ ഒരു പ്രീമിയം സ്റ്റൈലാണ്, ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത്. നമുക്ക് അങ്ങനെ അധികം എപ്പോഴും കാണുന്ന ഒരു സ്റ്റൈലല്ല. ഉണ്ടോ, ഫുൾ ക്രോഷറ്റ് ലേസിൻ്റെ വർക്ക്സ് ആണ് ഇതിൽ പോയേക്കുക. എന്നാൽ നല്ല അത്യാവശ്യം പ്രീമിയം സാധനമാണ്. ആൻഡ് ബാക്ക് ഒരു പ്യുവർ ബേസ് ആയിട്ടുള്ള ഫാബ്രിക്കിലാണ് ഇത് പോയേക്കുക. ബാക്ക് സൈഡ് പ്യുവർ ആയിട്ട് പ്ലെയിൻ ആയിട്ട് വരും. ഫ്രണ്ടിലാണ് ഇത്രയും ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്നത്. താഴെ ഭാഗത്ത് ഈ ഒരു ലേസ് ബോർഡറും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ഇതുണ്ടോ, ഇങ്ങനെയാണ് വരിക. നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള, ഒത്തിരി റഫായിട്ടൊന്നും യൂസ് ചെയ്യല്ലേ. ഫ്രണ്ട് ഫുള്ളും ഹെവി ക്രോഷറ്റ് ലേസിൻ്റെ പാറ്റേൺ ആണ് ഇതിൽ ചെയ്തേക്കുന്നത്. സൈഡ്സിലോട്ട് വരുമ്പം ഈ ഒരു ടൈപ്പ് ഓഫ് ക്രോഷറ്റ് ലേസ്, സെൻറ്ററിൽ വരുമ്പം ഈ ഒരു ഫ്ലവർ വർക്കുമാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഐറ്റം ആണ് കേട്ടോ ഇത് വന്നേക്കുന്നത്. ഇങ്ങനെ വരും ഫ്രണ്ട് വന്നേക്കുന്നത്. അതിനോട് തന്നെ മാച്ച് ആവാനുള്ള രീതിയിലുള്ളൊരു പാറ്റേൺ ആണ് ഇതിൻ്റെ ദുപ്പട്ടയിൽ പോയേക്കുക. അത് വെറും പ്ലെയിൻ ആയിട്ട് കൊടുത്താൽ ദുപ്പട്ടയ്ക്ക് അത്രയും, അതായത് ഇത്രയും ഹെവി ക്രോഷറ്റ് വർക്ക് ആയതുകൊണ്ട് തന്നെ അതായത് മാച്ചാണ്. ദുപ്പട്ടയിൽ സംതിങ് ഡിഫറെൻറ്റ് വേണം. അതുകൊണ്ട് ദുപ്പട്ടയുടെ ബോർഡർ ഇതുപോലെ ചെയ്തിട്ട് ചെറിയ ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് പാറ്റേൺ ചെയ്തിട്ടുണ്ട്. പിന്നിൽ നമ്മൾ ബോട്ടം വന്നിരിക്കുന്നത് പ്യുവർ ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ഇത് അതിൻ്റെ പ്രീമിയം ആയിട്ട് നിൽക്കുന്ന ഒരു കോറൽ പീച്ച് ബേസ് ആയിട്ടുള്ള കളറാണ്. വീഡിയോയിൽ കുറച്ചും കൂടെ പേസ്റ്റൽ ആയിട്ട് വരും. നല്ല ഹെവി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇത് വന്നിരിക്കുന്നത്. നമ്മളങ്ങനെ എപ്പോഴും റെഗുലർ ആയിട്ട് കാണുന്ന ഒരു സ്റ്റൈലല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ് വന്നിരിക്കുന്നത്. വീഡിയോയിൽ ഈ കളർ വളരെ പേസ്റ്റലാണ്. അതിനേക്കാൾ ഇച്ചിരി ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രീമിയം കോറൽ പീച്ച് കളർ. ദുപ്പട്ടയും ഒരു വെറൈറ്റി. ഇതും ദുപ്പട്ടയ്ക്ക് യൂസ് ചെയ്യുന്ന ഫാബ്രിക്കും പ്യുവർ തന്നെയാണ്. മാച്ച് ആവുന്ന രീതിയിലുള്ളൊരു പാർട്ടി വെയർ സ്റ്റൈലിൽ വരുന്ന ടൈപ്പ് ഒരു ദുപ്പട്ട. ആൻഡ് ബോട്ടും ആൻഡ് ഇന്നറും കൊടുത്തിട്ടുണ്ട്. അതും പ്യുവർ ആയിട്ടുള്ള ഫാബ്രിക്കിലാണ്. ഇത് ഇച്ചിരൂടെ, അതായത് വീഡിയോയിൽ ഇച്ചിരൂടെ പേസ്റ്റലാണ്. അത്രയും പേസ്റ്റലല്ല, ഒരു 2 സ്റ്റെപ്പ് കൂടെ മുകളിൽ നിൽക്കും. അതായത് ഒരു ലെമൺ യെല്ലോ ആണ്. ഭയങ്കര ബ്രൈറ്റ് അല്ല, ഇച്ചിരൂടെ ലൈറ്റ് ആയിട്ട് നിൽക്കും. ലെമൺ യെല്ലോ കളർ ഷെയ്ഡാണ്. നല്ല ഷെയ്ഡാണ് കേട്ടോ ഇതൊക്കെ വന്നിരിക്കുന്നത്. ഒരു വെറൈറ്റിയാണ് ഈ ഫാബ്രിക്കിൽ വരുമ്പോഴും. ആൻഡ് ഈ ഫാബ്രിക്കിൽ വന്നിരിക്കുമ്പോൾ ഈ ഓരോ കളേഴ്സിനും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലുക്ക് തന്നെയുണ്ട്. 1495 ഇതിന് പ്രൈസും വരുന്നുള്ളൂ. നല്ല പ്രീമിയം ഐറ്റമാണ്. ലാസ്റ്റ് ടൈം നമ്മളൊന്ന് കൊണ്ടുവന്നായിരുന്നു. അതിൻ്റെ തന്നെ റീസ്റ്റോക്ക്. അതും സെയിം കളേഴ്സിൽ കൂടുതൽ ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. വിത്ത് ബോട്ടം ആൻഡ് ഇന്നർ പ്യുവർ ഫാബ്രിക് ലുക്ക്. ഇത് നേരിട്ടെന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂവിഷ് ഗ്രീൻ ആണ്. നല്ല പ്രീമിയം, ഓൾമോസ്റ്റ് എല്ലാ പ്രീമിയം സെറ്റ് എടുത്താലും അതിനകത്തെല്ലാം ഒരു ബ്ലൂവിഷ് ഗ്രീൻ കളർ കാണും. അങ്ങനത്തെ ഒരു ബ്ലൂവിഷ് ഗ്രീൻ ആണ്. വീട്ടിൽ ഈ കളർ കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ട് ബ്ലൂ ഹൈലൈറ്റഡ് ആയിട്ടാണ് വരിക. നേരിട്ട് കാണുമ്പോൾ അങ്ങനെയല്ല, രണ്ടും ഈക്വലി ഹൈലൈറ്റഡ് ആണ്. നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും ബ്ലൂവും ഗ്രീൻ്റെയും കോമ്പിനേഷൻസിനകത്ത്. അതായത് ഈ ഫ്ലവറിന്റെ പെറ്റൽസിന്റെ അകത്ത് ഒരു സെക്ഷൻ 2 പെറ്റൽസ് ബ്ലൂവിന്റെ കൂടുതൽ ഹൈലൈഷൻ കൂടുതലായിരിക്കും, 2 പെറ്റൽസിനകത്ത് ഗ്രീൻ്റെ. അങ്ങനെയാണ് അത് ചെയ്തേക്കുന്നത്. എല്ലാം ഈക്വലി ആണ്. 4 കളർ ഷെയ്ഡ്സ് 1495 ആണ് പ്രൈസ്. താങ്ക് യു.